ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ സീനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സീനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. ആദ്യം എയർപോർട്ട് അതോറിറ്റിയുടെ വെബ്സൈറ്റ് ആയ https://www.aai.aero/en/careers/recruitment എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ആ വെബ്സൈറ്റിൽ കയറി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. റിക്രൂട്ട്മെന്റ് ഓഫ് സീനിയർ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ്, സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ്, സീനിയർ അസിസ്റ്റന്റ് OL ഇൻ AAI ഈസ്റ്റേൺ റീജിയൻ എന്ന ലിങ്കിൽ റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയാൽ അപ്ഡേറ്റഡ് ഓൺ 28/7/2025 എന്ന ലിങ്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വിശദമായി വായിച്ചു നോക്കുക. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് നോട്ടിഫിക്കേഷൻ വിശദമായി വായിച്ചു നോക്കേണ്ടതാണ്. അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിന് മുൻപ് വാലിഡായ ഒരു ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 3 മാസം മുൻപ് എടുത്ത പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫിന്റെ സ്കാൻഡ് കോപ്പി കയ്യിലുണ്ടായിരിക്കണം. ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് സ്കാൻ ചെയ്ത സിഗ്നേച്ചറിന്റെ കോപ്പിയും ഉണ്ടായിരിക്കണം. ഒരു തവണ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അപേക്ഷയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് അപേക്ഷ ശരിയായി പൂരിപ്പിക്കേണ്ടതാണ്. അപേക്ഷ അയക്കാനായി അപേക്ഷയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പോസ്റ്റ് അപ്ലൈഡ്, കാൻഡിഡേറ്റ്സ് നെയിം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ ശരിയായി പൂരിപ്പിക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സീക്വൻസ് നമ്പർ, യൂസർ ID, പാസ്വേഡ് രജിസ്റ്റേർഡ് ഇമെയിൽ IDയിലേക്ക് അയക്കുന്നതായിരിക്കും. കാൻഡിഡേറ്റ്സ് ലോഗൌട്ട് ടാബിൽ വിൻഡോയുടെ ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്ന ലോഗൌട്ട് ടാബിൽ ക്ലിക്ക് ചെയ്ത് ലോഗൌട്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം സ്റ്റെപ്പ് 2 പൂരിപ്പിക്കാനായി റീലോഗിൻ ചെയ്യേണ്ടതാണ്. സ്റ്റെപ്പ് 2 എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം. വീണ്ടും ഐഡിയും പാസ്വേഡും കൊടുത്ത് റീലോഗിൻ ചെയ്യുക. ഗോ ടു ആപ്ലിക്കേഷൻ ഫോം എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ മാൻഡേറ്ററി ഡീറ്റെയിൽസും പൂരിപ്പിക്കുക. കംപ്ലീറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്നിവ പൂരിപ്പിച്ചതിനു ശേഷം ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അപേക്ഷാ ഫീസ് ഓൺലൈൻ മോഡായി സമർപ്പിക്കുക. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ട വിധം
അപ്ലോഡ് ചെയ്യേണ്ട പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തതായിരിക്കണം. ഫോട്ടോയുടെ ഇമേജിന്റെ സൈസ് 50 KB മിനിമവും മാക്സിമം 100 KB ആയിരിക്കണം. അതായത് 50 KBക്കും 100 KBക്കും ഇടയിലായിരിക്കണം. ഇമേജ് JPEG ഫോർമാറ്റിലായിരിക്കണം. സ്കാനർ DPI റെസൊല്യൂഷൻ 200 DPI കൊടുത്ത് സ്കാൻ ചെയ്യേണ്ടതാണ്. ഡയമെൻഷൻ 3.5 cm ഇൻറ്റു 4.5 cm ആയിരിക്കണം. സിഗ്നേച്ചർ ഇമേജിന്റെ ഇൻസ്ട്രക്ഷൻസ്: ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെന്നുകൊണ്ട് സിഗ്നേച്ചർ ഇടേണ്ടതാണ്. അപേക്ഷകർ തന്നെ സിഗ്നേച്ചർ ഇടേണ്ടതാണ്. സിഗ്നേച്ചർ ഏരിയ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സിഗ്നേച്ചർ ഇമേജിന്റെ സൈസ് 50 KBക്കും 100 KBക്കും ഇടയിലായിരിക്കണം. മറ്റുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് മാക്സിമം 1 MBയിൽ കൂടാൻ പാടുള്ളതല്ല. PDF, JPEG ഫയലുകൾ അനുവദനീയമാണ്. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് SSLC, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ, റെസിഡൻസ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്. In case of ex-serviceman category, scanned copy of discharge certificate, NOC, എയർപോർട്ട് അതോറിറ്റിയുടെ ഐഡന്റിറ്റി കാർഡ്, എയർപോർട്ട് അതോറിറ്റി എംപ്ലോയീസ് ആണെങ്കിൽ സ്റ്റെപ്പ് 2 അപേക്ഷാ ഫോം വ്യക്തമായി പൂരിപ്പിച്ചതിനു ശേഷം പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപേക്ഷാ ഫോം കാണേണ്ടതാണ്. അപേക്ഷാ ഫോം വിശദമായി പരിശോധിച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സബ്മിറ്റ് ചെയ്തതിനു ശേഷം എഡിറ്റ് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് കെയർഫുള്ളായി അപേക്ഷാ ഫോം പരിശോധിക്കേണ്ടതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റിന് വരുന്നവർക്ക് TA അല്ലെങ്കിൽ DA അനുവദിക്കുന്നതല്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.